നോക്കുകയാണ്. ബഹ്റൈനിൽ മാത്രമല്ല, ഷാർജയിൽ പോയല്ലോ. ഷാർജയിൽ പോയിട്ട് 8 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചില്ലേ? ഇല്ല എന്ന് അബൂബക്കർ മൗലവിക്ക് പറയാൻ പറ്റുമോ? ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ഷാർജയിൽ അദ്ദേഹത്തിന്റെ കൂടെ 8 റക്അത്ത് തറാവീഹ് നിസ്കാരത്തിൽ സംബന്ധിച്ച ഒട്ടനേകം ആളുകളെ എനിക്ക് പരിചയമുണ്ട്. നേരിൽ സംബന്ധിച്ച ആളുകൾ ഞാനുമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അന്നും ഇദ്ദേഹത്തിന് പറ്റിയ അബദ്ധം, ഒരു കളവ് പറഞ്ഞു. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വിവാദമായി. ഇയാളെ ഈ സ്വഭാവം ജനങ്ങൾ അറിഞ്ഞു. 8 റക്അത്ത് തറാവീഹ് ഏതോ അറബികൾക്ക് വേണ്ടി പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. ഇവിടെ വന്ന് 20 റക്അത്ത് എന്ന് പറയുന്ന ആള് അവിടെ പോയി 8 നിസ്കരിച്ചപ്പോ അതൊരു പ്രശ്നമാണ് എന്ന് കണ്ടപ്പോ ഉടനെ പറഞ്ഞു, അങ്ങനെ ഞാൻ തറാവീഹ് 8 നിസ്കരിച്ചു, ഞാൻ 20 നിസ്കരിച്ചത്. പിന്നെ തെളിവുകൾ നിരത്തിയിട്ട് കണ്ട ആളുകൾ കാര്യം തുറന്നു പറയാൻ തുടങ്ങിയപ്പോ ഇയാള് പറഞ്ഞ്, ഞാൻ 8 റക്അത്ത് നിസ്കരിച്ച അയാൾ സലാം വെട്ടി നിർത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് 8 റക്അത്തേ ഉള്ളൂ. ഞാൻ ഉടനെ പോയിട്ട് വരാന്തയെ പോയിട്ട് ബാക്കി 12 പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ പള്ളിക്ക് വരാന്തനല്ല, ആ പള്ളിക്ക് വരാന്തല്ലാണ് അപ്പഴാ തിരിഞ്ഞത്. അത് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, എന്നെ മൂന്നീർ അംസാജി കൊണ്ടുപോയി പറ്റിച്ചാണ്. എങ്ങനെ ഇയാൾ ആദർശം മൂന്നീർ അംസാജി പറ്റിക്കല്? വിഷയം അവിടെയല്ല. വിദാളികൾക്ക് വേണ്ടി 8 നിസ്കരിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി 8 നിസ്കരിച്ചു കൊടുത്തു. അയാളെ വാദം 20 ആണെങ്കിലും വേണമെങ്കിൽ കാശിന് വേണ്ടി 8 ആക്കാം. അത് തന്നെയാണത്.